ഹായ് ഗൈസ്, അഖില് നല്ല ഉറക്കം. അപ്പം നമ്മൾ ഇന്ന് രാവിലെ പുഴേൻ്റെ അരികിലോട്ട് നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. ഞാനുണ്ട്, ആൽഫി ഉണ്ട് അവിടെ. സുഹൃത്തുക്കളെ നോക്കൂ, ഏതാ കളറുകളൊക്കെ അല്ലേ? ഫോട്ടോഗ്രാഫർ അടുത്ത ദിവസത്തെ പ്രഭാതം. അതെ, 10:30. 11 മണിയാകുമ്പോഴത്തേക്കും ഇവിടെ ചെക്കൗട്ട് ചെയ്യണം. സുഹൈലുണ്ടാ? ഞാൻ അപ്പുറത്തെ റൂമിലുണ്ടാവുന്നു. നല്ല നോക്ക് പല്ലേക്കുന്നേ അത്യപൂർവമായ ഒരു കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ ഇവിടുന്ന് ചെക്കൗട്ട് ചെയ്യും, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും, എന്നിട്ട് ബർഷൈനിയിലേക്ക് പോകും. ബർഷൈനിൽ നമ്മൾ എത്ര മണിക്കാണ് പറഞ്ഞിട്ടുള്ളത്? ഉച്ചക്കെത്തുമോ? ഉച്ചക്കെത്തും. അവിടുന്ന് ബസ്സാണുള്ള, കസോളിൽ നിന്ന് ബസ്, ലോക്കൽ ട്രാൻസ്പോർട്ട്. ബർഷൈനിയിലാണ് എനിക്കൊരു പ്രതീക്ഷ. ഇനി 2 ദിവസം അവിടെ മനസമാധാനമായിട്ടിരിക്കണം. നോക്ക്, ബർഷൈനിയിൽ എനിക്കൊന്ന് ഇതിനേക്കാളും കുറച്ചുകൂടെ തിക്കായിട്ടുള്ള ഫോറസ്റ്റ് ഉള്ളത് എന്നാകും പറഞ്ഞത്. അപ്പം അതിൻ്റെ ഉള്ളിലേക്കൊക്കെ പോയിട്ട് കുറച്ച് നേരം സമാധിയാവാം. ഇവിടെ നമ്മൾ അതൊന്നും പോയി. ഇവിടെ നമ്മൾ കസോൾ ടൗണ് മാർക്കറ്റ് ഒന്ന് ഇറങ്ങി, പിന്നെ ഇവിടെ ഒരു റിവർ സൈഡ് പ്രോപ്പർട്ടിയിൽ സ്റ്റേ ചെയ്യും. കണ്ടാ ഈ വ്യൂ കിട്ടും. തണുപ്പില്ല, സീനില്ല. കസോളിനെക്കാളും മണാലിനെക്കാളും തണുപ്പ് കുറവ് അവിടെ. പക്ഷെ ഉണ്ട്, ഇല്ലാന്ന് പറഞ്ഞാൽ ഒരു 1-2 ഡിഗ്രി. ഇപ്പം എത്ര ഉണ്ടടാ? 2 ഡിഗ്രി 3 ഡിഗ്രി ഒക്കെ ഉണ്ടാവും. 3 ഉണ്ടാവും. മണാലിലും മൈനസ് ആയിരുന്നു. എല്ലാവരും കൂടി ബാത്റൂമിൽ എന്താ പരിപാടി? ഒരുമിച്ച് നമ്മൾ പോയിട്ട് ഫുഡിൻ്റെ കാര്യം സംസാരിക്കട്ടെ. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ചെക്കൗട്ട് ചെയ്യണം. ലെറ്റ്സ് ഗോ. നമ്മൾ നല്ല കോഫിയും നല്ല ആലു പൊറോട്ടയും നല്ല എഗ് പൊറോട്ടയാണ് കേട്ടോ ഓർഡർ ചെയ്തിട്ടേ. അത് ഇവിടുത്തെ കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റ് ആണ്. നല്ല അതെ, ബ്രേക്ക്ഫാസ്റ്റ് നല്ല. ഇതൊരു തടിയല്ലേ? എന്തല്ലേ ഉച്ചവരെ ഉറങ്ങുക, എന്തെങ്കിലും കഴിക്കുക, പിന്നെ ഉറങ്ങുക. ലൈഫ് നമ്മളൊക്കെ ഇത്രയും കാശ് എടുത്തിരുമ്പോ അവനൊരു ചെലവില്ല. കിടക്കുമ്പോ മസാജ് ചേർത്ത് ആൾക്കാർ പോയിട്ട് മസാജ് ഇടക്കിടക്ക് ഓരോരുത്തർ മെസ്സേജ്, ഫ്രീ ഫുഡ്. ലൈഫ് തന്നെ. എല്ലാം നോക്കി ഷട്ടിപ്പുറത്തേക്ക് പൊന്നാടിയ പെരുന്തണുപ്പ്. അമ്മേ, കാല് വെക്കുമ്പോഴത്തേക്കും കാല് ഫ്രീസ് ആയി പോകുന്നത്. ഒരു കട്ടെ പോവാ. അതാരാ ട്രൗസർ? അങ്ങനെ നമ്മൾ ഈ സ്ഥലത്തിന്റെ പേരെന്തായിരുന്നു? ശാന്തി കഫേ. ചലാടുന്ന് ഇവിടെ പറഞ്ഞാണ് അടുത്ത ഡെസ്റ്റിനേഷൻ പോവാണ്. ശാന്തി കഫേ. ശാന്തി കഫേയിൽ നല്ല ഫുഡായിരുന്നു, നല്ല ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. കുഴപ്പമില്ല. ശാന്തി കഫേനോട് ടാറ്റ പറ. അങ്ങോട്ട് ടാറ്റ പറ. ശാന്തി കഫേനോട് ടാറ്റ പറ. അതേപോലെ ഈ ചാനൽ, ഈ വീഡിയോ കാണുന്ന 10 കട്ട് സമയം വൈകുന്നേരം 4 മണി. 4 മണി വരെ നമ്മൾ ഒരു പണിയില്ലാണ്ട് വെറുതെ ഇരുന്നു ഇവിടെ. ഇനി നമ്മൾ ഇറങ്ങാൻ പോന്ന. നമ്മളപ്പോ നമ്മള് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ശാന്തി കഫേ നമ്മള് ഇറങ്ങാൻ പോന്ന. കൊറേ ലേറ്റ് ആയില്ലേ? വെറുതെ ഒരു പണി വൈകുന്നേരം വരെ വെറുതെ രസമാണ്. ഇവിടെ നിന്ന് അപ്പൊ നമ്മളിനി പോകുന്നത് ബർഷൈനി. നമ്മള് മണാലിൽ നിന്ന് അവരുടെ പ്രോപ്പർട്ടി, സെയിം പ്രോപ്പർട്ടി. അവിടെ പോയി മടികളിലൊക്കെ പോകണമെന്ന് വെച്ചതാ, പക്ഷെ കുറച്ചധികം സമാധാനമായിട്ട് നമ്മളിവിടെ സമാധി. ബർഷൈനിൽ നമുക്ക് സമാധി അടയാം. എടാ സുഹൈല് വരുന്നില്ലേ? സുഹൈല് പെട്ടാ
Yes, we are going. Last photo. Wow. Let's go. Let's go. ഇതെന്താ ആർക്കും ഇവിടുന്ന് പോവാൻ തോന്നില്ലേ? പോക്കല്ലേ പോലെ പോലെ ഇറങ്ങ ഇന്ന് മതിയില്ലേ? ഇതാ 300 രൂപയുള്ളൂ. നല്ല സമാധാനം ആ മതി. ഭക്ഷണം മാത്രമേ പ്രശ്നമുള്ളൂ. ഭക്ഷണത്തിന് എക്സ്ട്രാ കാശ് കൊടുക്കേണ്ടി വരും. യെസ് ലെറ്റ്സ് ഗോ. ഇന്നലെ വന്നപ്പോ എനിക്ക് വൈബായില്ല, ഇന്ന് ഇവിടെ നിന്നപ്പോ വൈബായി. ഇന്ന് ചുമ്മാ ഇവിടെ ഇരിക്കാൻ നല്ല രസമുണ്ട്. ഓരോന്ന് ഗെയിമൊക്കെ കളിച്ച് ചില്ല് ചെയ്ത്. ഗോയിങ് ബാക്ക് അല്ല, ഗോയിങ് അഹെഡ്. നോക്ക് മറ്റേ സിപ്പ് ലൈൻ ചെയ്യുന്ന ക്രോസ് ചെയ്യാൻ വേണ്ടി എന്താ ചെയ്യുന്നത് എനിക്കറിയില്ല. സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന തോന്നുന്നു. ആൾക്കാരുടെ തെരുവീതികൾ പകച്ചു നിൽക്കുന്ന ഒരു കുട്ടിപ്പട്ടി, അതിന് തലോടുന്ന സുവേൽപ്പട്ടി. നമ്മളതാ എടാ ഇവിടെ നിന്നൊരു മല കാണുന്നുണ്ടായിരുന്നല്ലോ. ആ ഈ മലേന്റെ അപ്പുറത്താണ് ഇനി പോകാൻ പോകുന്നത് എന്നാണ് സല്ലു പറഞ്ഞ കേട്ടോ, എനിക്കറിയില്ലേ. അവിടെ വാട്ടർ മിക്സ് ആണ്. ഇവിടെയും ഗൈഡ് ഉണ്ടല്ലോ. ഹലോ ഗൈഡ്, അക്കാ നാം ക്യാ ഹേ? ഹലോ ഹലോ, എന്താ മൈൻഡില്ലേ? കൂടെ നടക്കുള്ളൂ. ആ ബസ് കാത്തിരിക്കുന്ന കുറച്ച് മലയാളി പയ്യന്മാർ കസോളയിൽ ബസ് കാത്തിരിക്കുന്നു. ബസ് വന്ന് എടാ സീറ്റിലവരൊക്കെ ഇരിക്കണം അവിടെ ഇവിടെയൊക്കെ. ഇത് ഇതാ നമ്മളെ ഗുരുദ്വാരാണ്ടാ. ഇത് മണികരണില് ഈ ബസ് മണികരൺ വരെ ഉള്ളൂ, ഗുരുദ്വാര വരെ ഉള്ളൂ. ഇവിടെ ഇറങ്ങിയിട്ട് വേറെ ബസ് കാരണം നമുക്ക് സീൻ സാധനം. ഇതാണ് ഹിമാചൽ പ്രദേശിലെ കസോളിലുള്ള മണികരണിലുള്ള ഗുരുദ്വാര. കൊള്ളാം. ഈ സൈഡിൽ മൊത്തം ചെറിയ ചെറിയ കടകളാട്ടോ. മോങ്സ്, ഇതൊക്കെ സെറ്റിൽമെന്റ്സ് ആയിരിക്കും. അവിടെയാണ് എവിടെ പോയാലും ഉണ്ടാവില്ല ഓരോരുത്തന്മാര്. തൊണ്ട ഇൻഫെക്ഷൻ അടിച്ചായിരിക്കും. അനലിന്റെ തൊണ്ടയ്ക്ക് അതിദാരുണമായ തൊണ്ടവേദന. നമ്മൾ ഒരു ചായ കുടിക്കാൻ വിചാരിച്ചു. ഇവിടെ ഇരിക്കും. ഉണ്ടാക്കട്ടെ, ചായ ഉണ്ടാക്കട്ടെ. തൽക്കാലം ഇവിടെ റെസ്റ്റ് ചെയ്യാം. നമ്മളിപ്പോ നേരിടുന്ന ക്രൈസിസ് എന്താ? നീ ബസ് സ്റ്റാൻഡ് വരെ പോയാ? ലാസ്റ്റ് ബസ് പോയി 4:30 ലാസ്റ്റ് ബസ്. ക്യാബ് ഉണ്ട് 800 വരും മൊത്തം. ഒരു ക്യാബ് എന്ന് പറഞ്ഞാ എത്ര രൂപ? ഒരു ക്യാബ് എടാ ഡ്രൈവറോട് സംസാരിച്ചില്ല, അവിടെ നിൽക്കുന്ന ഏട്ടന്മാര് പറഞ്ഞു. ബ്ലാക്ക് ടീ എനിക്ക്. ഇത് ബ്ലാക്ക് ടീ. ഇതിന് ലെമൺ ഉണ്ടല്ലോ. രസമുണ്ടോ? പക്ഷേ ലെമൺ ഉണ്ട്. എനിക്ക് ഇഷ്ടല്ല. മുതലെടുക്കാനല്ലോ സജ്ജി. അല്ലേ? ആ ലെമൺ ഉണ്ട്. ഈ ചേച്ചിന്റെ കടന്റെ മട്ടിലോ എന്ത് വിശ്വാസത്തിലാണോ നിക്കുന്നത്? ചിലപ്പോ ഒരു ജനിച്ച മുതൽ കാണുന്ന കല്ലായിരിക്കടാ ഈ കല്ല്. ഇതിന്റെ മണ്ടയിലൊക്കെ കല്ല്.
ഇത് നോക്ക് പിള്ളേർ നിരന്ന് നിൽക്കുന്നത് എന്തിനാണാവോ ദൈവത്തിനറിയാം. താഴോട്ട് ഇങ്ങോട്ടാണ് നടന്നുകൊണ്ട് നമ്മൾ ഗുരുദ്വാരയിൽ പോയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പോകാം. ആ ശരിയാ, ഇതിന്റെ ഉള്ളിലേക്ക് ഫോട്ടോ എടുക്കാൻ പറ്റില്ല കേട്ടോ, അതുകൊണ്ട് ഞാൻ പുറത്തുനിന്ന് വീഡിയോ എടുത്താണ്. ഒരു മിനിറ്റ് നോക്കി, ഇവിടെ ഹോട്ട് സ്പ്രിങ്ങിന്റെ നാച്ചുറൽ ഹോട്ട് സ്പ്രിങ്ങിന്റെ വീഡിയോ ഉണ്ടോ? ശേ, നാച്ചുറൽ ഹോട്ട് സ്പ്രിങ്ങിന്റെ പോകാണ്ടോ പോന്നെ. ആ ഇരുട്ടത്തുനിന്ന് വെളിച്ചത്തിലേക്ക് പോകുന്നതാണ് ഗുരുദ്വാര. ഇതാണ് ഗുരുദ്വാര കേട്ടോ. വോൾക്കാനിക് എന്തോ പരിപാടി കാരണം എപ്പോഴും ഫുൾ ടൈം ഇത് ഇങ്ങനെ ചൂടായിക്കൊണ്ടിരിക്കും വെള്ളം. അതെ അതെ, ഫുൾ വെള്ളമായിക്കൊണ്ടിരിക്കും, വെള്ളം ചൂടായിക്കൊണ്ടിരിക്കും. ഇത് എന്നിട്ട് ചാനൽ ചെയ്തിട്ട് അവിടെ ഇവിടെയൊക്കെ ഹോട്ട് സ്പ്രിങ്സ് ഗുരുദ്വാരയിൽ ഫ്രീ ആണ്, അൺലിമിറ്റഡ്. ചില സ്ഥലത്തൊക്കെ കാശ് കൊടുക്കണം, 1 മണിക്കൂറിന് 1000 രൂപ കൊടുക്കണം. ഇവിടെ നോക്ക് എന്ത് വലുത് നോക്ക്. നമ്മൾ ഏകദേശം എനിക്ക് തോന്നുന്നൊരു 6 മണിയായപ്പോൾ വന്നേ അല്ലേ, 5:30-6 മണിയായപ്പോൾ കയറിയിരുന്നതാ. ആ സമയത്ത് 8 മണിയാ, 1.5 മണിക്കൂർ വെള്ളത്തിൽ തന്നെ. ഇത് രസമറിയോ, തണുപ്പത്ത് ചൂടുവെള്ളത്തിൽ കിടക്കാൻ. 13 കിലോമീറ്റർ ഉണ്ട്. ഇപ്പോൾ ഇവിടുന്ന് ബസ്സൊന്നുമില്ല, അല്ല ക്യാബ് എന്തെങ്കിലും നോക്കണം. ക്യാബിന് എത്ര കാശാവെന്നൊക്കെ നോക്കണം. നല്ല വിശപ്പുണ്ട്, മനസ്സിലായോ നിനക്ക്? പെരും വിശപ്പാ എനിക്ക്. എന്താ നീ കാണിക്കുന്നത്? വീഡിയോ നമുക്ക് ക്യാബ് കിട്ടി ഒന്നും കാണുന്നില്ല, ഫുൾ ഇട്ടാ. ആണ് നമ്മളെ ബർഷിണി ബസ് സ്റ്റാൻഡ്. നമ്മൾ ബർഷിണിയിൽ എത്തിയിരിക്കുന്നു. എന്താണ് നമ്മളെ 1 വണ്ടി. ബർഷിണി ബസ് സ്റ്റാൻഡ് എന്ന് പറയാനില്ല കേട്ടാ, ഒരു ബസ് സ്റ്റോപ്പ്, ഒരു ബസ് നിർത്താനുള്ള സ്ഥലമുണ്ട്. നമ്മൾ തന്നെ റൂമിനൊക്കെ ആൾക്കാർ വയ്ക്കുന്നുണ്ട്. ഈ വഴി നേരെ പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ബർഷീനെ എത്തിടാം. നമ്മളിനി നടന്ന് കുറെ ട്രക്ക് ചെയ്യണം, രാത്രി ഈ നൈറ്റ് ട്രക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ നിന്ന് കുറച്ചുകൂടി ഉണ്ട്. ഒരു ബാക്കിൽ പോയിട്ടൊരു സ്റ്റെപ്പ് ഉണ്ട്, അതിലൂടെ ഇങ്ങനെ കയറി പോകണം മലേൻ്റെ മണ്ടയിൽ. അങ്ങനെ പല വഴികളും പല കാട്ടിലൂടെയൊക്കെ പോയിട്ട് നമ്മൾ അവസാനം എത്തിയിരിക്കുന്നു. ഇതാണ് നമ്മളെ പ്രോപ്പർട്ടി അല്ലേ? ചത്ര അയ്യോ അമ്മേ, ഇതാ പ്രോപ്പർട്ടി. ഇനി 2 ദിവസം നമ്മൾ ഇവിടെ ആയിരിക്കും. എന്താ അത് ഓയർത്ത്? ഇതന്നെ നോക്ക്, അതേ കാണുന്നില്ല. ബാക്കി ഗൈഡ്, നമ്മളെ ഗൈഡ് ഹലോ, ഇവിടെ താഴ്ന്നു വന്നേ. നമുക്ക് ഇവിടുത്തെ വീഡിയോസൊക്കെ രാവിലെ എടുക്കാം. മേലേക്കാ ഇത്? എന്തൊരു സ്ഥലം ഇത്, ഏറ്റവും ടോപ്പിലെ ഡോം കേട്ടോ. നോക്ക്, ഇവിടെ ഇറങ്ങി 3ാമത്തെ നിലയിലാണ് കണ്ട സെറ്റ്. എടാ ഫുഡ് കഴിക്കല്ലേ? എൻ്റെ മോനെ നല്ല തണുപ്പുണ്ട്. നമ്മളെ ഫുഡ് എത്തി. ഇന്ന് നോൺ വെജ് ഇല്ല കേട്ടാ, വെജിറ്റേറിയൻ ഉള്ളൂ. ഇതിവിടെ എന്തോ അമ്പലത്തിലെന്തോ പ്രതിഷ്ഠാ ദിനമാണ്. ഇപ്പൊ എത്ര നിലവിലെത്ര? അങ്ങനെയാണ്. 3 രാത്രി മൈനസ് ആവൂലേ? രാത്രി എന്നല്ല, കാലൊക്കെ ഫ്രീസ്. അങ്ങോട്ട് ഇതുണ്ട് കേട്ടാ, സ്നോ ഉണ്ട്, കാണുന്നുണ്ടോ അറിയില്ല. കണ്ടാ എങ്ങനെയുണ്ട് ഫുഡ്? എങ്ങനെയുണ്ട്? ഇവിടുത്തെ റൂംസ് ഒക്കെ ഉറങ്ങി. പകല് കാണിച്ചിട്ടാ ഇവിടെ ഡൈനിങ്, പഴയ സ്റ്റൈലൊക്കെ നോക്ക്. ഇങ്ങനെ താഴെ നിന്ന് കയറി വന്നിട്ട് താഴെ കിച്ചണും ഇതൊക്കെ ഇങ്ങനെ കയറി വന്ന് ഇവിടെ ചെറിയൊരു ബാൽക്കണി പോലെ, ഇതിൻ്റെ ഉള്ളിൽ കൂടെ നല്ല ഇതാണ്. ഇതൊക്കെ ഇവിടെ നല്ല ഹോട്ട് റൂം ആട്ടാ. ഞെരിപ്പോടൊക്കെ വെച്ചിട്ട് വിഷയം ഏതാ രാവിലെ കാണിച്ചുതരാം. രാവിലെ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചുതരാം. നമ്മളിവിടെ സമാധിയാൻ പോണം.
ഇവന്മാർ ഇവിടെ ക്യാരംസ് കളിക്കാണ്. നമുക്ക് സുഹേൽ എന്തായത് നോക്കാം മേലെ പോയിട്ട്. സ്റ്റെപ്പൊക്കെ കയറിട്ടാ പോന്നെ, ഇങ്ങനെ വേണം പോവാൻ നമ്മൾ കിടക്കുന്ന സ്ഥലത്തേക്ക്. എന്താ നീ പൊതച്ചുകൂടി പരിപാടി ഇവിടെ? ഇതൊക്കെ എത്രയോ വർഷങ്ങൾക്ക് മുന്നുള്ള സാധനം കേട്ടോ. ഇവിടെ നിന്ന് ആലോചിച്ചോക്ക് നീ, പണ്ട് ആൾക്കാർ താമസിച്ചിട്ടുണ്ടായിരുന്ന സ്ഥലം ഇത്. ഓരോ സ്പേസ് ഉണ്ടാക്കി നോക്കാം അവര്. ആകെ ഇത്ര ഹൈറ്റ് ഉള്ളു. കണ്ടാ ഇതൊക്കെ പുതുവച്ചാ. പക്ഷെ ഈ ആറ്റിക്കൊക്കെ എന്തിനാണോ ഉപയോഗിച്ചിട്ടുണ്ടാവുക? കിടക്കാൻ തന്നെയാണോ ഇനിയിപ്പോ സാധനങ്ങൾക്ക് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണോ? വിഷയം കൺസ്ട്രക്ഷൻ വിഷയം ഫുള്ള് വുഡാണ്. വുഡും മറ്റേ കത്കുനി ആർക്കിടെക്ചർ തന്നെയാണ് സാധനം. വുഡും സ്റ്റോൺ.